Latvia, Lithuania, Malta, Poland. The source said low budget study abroad options. എന്താണ് യാഥാർത്ഥ്യം? വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അവിടെ തന്നെ സ്ഥിര താമസമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന സംഭവം ഇത്ര കണ്ടങ്ങ് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിയാറാകുന്ന സമയമാകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നുണ്ട്, ഏതൊക്കെ കൺട്രികളാണ് നല്ലത്, ഓരോ കൺട്രീസിൻ്റെയും വിശദ വിവരങ്ങൾ പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ലോ കോസ്റ്റിൽ നമുക്ക് പോകാൻ പറ്റുന്ന കൺട്രീസാണ്. ആസ് യൂഷ്വൽ മോഹന വാഗ്ദാനങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. ഓരോ കൺട്രിയുടെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇതിനകത്ത് പറഞ്ഞു തരും. ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ രാജ്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. പോകാനുള്ള എല്ലാ വഴിയും കാംബ്രിയ അഡ്മിഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. പക്ഷേ ക്ലിയറായി പോസിറ്റീവുകളും അതുപോലെ നെഗറ്റീവുകളും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഏതൊരു രാജ്യത്തേക്കും നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഈ ലോ കോസ്റ്റിൽ പോകുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ ചോദിക്കുന്നതാണ് ഒന്ന് ലിത്വാനിയ, ലാറ്റ്വിയ. ഇത് രണ്ടും എന്ന് പറയുന്നത് ബാൾട്ടിക് കൺട്രീസ് ആണ്. ബാൾട്ടിക് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. ഇത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മെമ്പേഴ്സാണ്, നാറ്റോ മെമ്പേഴ്സാണ്. അങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ലാറ്റ്വിയയും ലിത്വാനിയയും, ഈ കൂട്ടത്തിൽ ഒരു രാജ്യം കൂടി കിടപ്പുണ്ട്, എസ്റ്റോണിയ. പക്ഷേ അവിടേക്ക് ഇങ്ങനെ ആളുകൾ പോകാറില്ല. ലാറ്റ്വിയയും ലിത്വാനിയയും പക്ഷേ ഇപ്പോൾ ഭയങ്കര ഒഴുക്ക് നടക്കുന്നുണ്ട്. ഈ ലാറ്റ്വിയയും ലിത്വാനിയയുടെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേനും ഒരു 3000 to 3500 യൂറോസ് ആണ് നിങ്ങൾക്ക് ചിലവാകുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 3-3.5 ലക്ഷം രൂപ ഇതായിരിക്കും നമുക്ക് വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ രാജ്യത്തിലെ ബാച്ചുലേഴ്സും മാസ്റ്റേഴ്സും ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ബാച്ചുലർ ഡിഗ്രി നമുക്കൊരു 3.5 to 4 years. ഞാൻ ഈ പറയുന്നത് ലിത്വാനിയയെ കുറിച്ചാണ്. 3.5 years to 4 years. അതിൽ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ബാച്ചുലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 1.5 to 2 years നമുക്ക് മാസ്റ്റർ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പലരും പറയാറുള്ള ഒരു കാര്യം, IELTS മാൻഡേറ്ററി അല്ല. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന MOI നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ IELTS എഴുതി പാസ്സാകാൻ പാടാണ് എന്ന് വിചാരിക്കുന്നവർ നോക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണിത്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് 1 year സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലികൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ നിങ്ങൾ പറയാറില്ലേ, ചില രാജ്യങ്ങളിൽ ഇത്ര മണിക്കൂർ മാത്രമേ പാർട്ട് ടൈം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും തന്നെ ലിത്വാനിയയ്ക്കില്ല. പിന്നെ നമ്മുടെ മാസ്റ്റർ ഡിഗ്രിക്കാണ് പോകുന്നത് എങ്കിൽ നമുക്ക് സ്പൗസിനെ കൂടെ കൂട്ടാൻ പറ്റും. ഇത് മാസ്റ്റർ ഡിഗ്രിക്കാണ്, ബാച്ചുലർ ഡിഗ്രിക്കല്ല. സോ മാസ്റ്റർ ഡിഗ്രിക്ക് സ്പൗസ് ഓപ്ഷൻ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഇതൊരു കൺട്രി എന്ന് പറയുമ്പോഴത്തേനും ബാൾട്ടിക് കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെങ്കൻ വിസ കിട്ടും. പിന്നെ കറങ്ങാനുള്ളൊരു ഓപ്ഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളും കുട്ടികൾ ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, IT ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഇങ്ങനെയുള്ള പല മേഖലകളിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ കേട്ടപ്പോഴത്തേനും മനസ്സിനകത്ത് ലഡ്ഡു പൊട്ടി കാണും. ഇനി ആ പൊട്ടിയ ലഡ്ഡു മാറാനായിട്ടുള്ള അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കൂടി കേട്ടോളൂ. ഇതും കൂടി കേട്ടതിന് ശേഷം വേണം നിങ്ങൾ തീരുമാനിക്കാൻ. നമ്മൾ ഈ രാജ്യത്തിലേക്ക് മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രിക്ക് ഇവർക്ക് 16 വർഷത്തെ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ 10+2 ആകുമ്പോഴത്തേനും നമ്മൾ 12 years കംപ്ലീറ്റ് ചെയ്യും. ബാച്ചുലർ ഡിഗ്രി, ഈ ഓണേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിടും. നമ്മൾ നോർമലി ഇപ്പോൾ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തെ ഡിഗ്രിയാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 15 വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 1 year മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സിന് പോകുന്നവർക്ക് ഒരു പ്രീ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1 year സംഭവം ചെയ്യേണ്ട കാര്യം ഈ രാജ്യത്തേക്ക് പോകുമ്പോഴത്തേനും വരാറുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റാണ്, ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പോകുന്ന സമയത്ത് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ടി വരും. അത് ഏകദേശം ഒരു 7.5 ലക്ഷം രൂപയോളം നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ലിത്വാനിയയ്ക്കുണ്ട്. ഇനി അടുത്തതും പരമപ്രധാനവുമായുള്ള വിഷയം, പാർട്ട് ടൈം ജോലികൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പാർട്ട് ടൈം ജോബ് എളുപ്പത്തിൽ കിട്ടുമെന്നാണോ വിചാരിക്കണത്? ഇല്ല, ഒരിക്കലും നമുക്ക് എളുപ്പത്തിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ പോണില്ല. കാരണം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കിട്ടാൻ. ഇപ്പോൾ മറ്റു പല രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഈ രാജ്യത്തും കിട്ടാനായിട്ട് വലിയ പാടാണ്. ഇനി കിട്ടിയാൽ തന്നെ അതിൽ നിന്നും ഒരുപാട് പൈസയൊക്കെ സമ്പാദിക്കാം എന്നാരും വിചാരിക്കേണ്ട. ഇത് ചില കുട്ടികളുടെ മനസ്സിലൊരു ധാരണയുണ്ട്, പാരൻസും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചു കൂട്ടുക. മക്കളെ ആ രാജ്യത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളിവിടുന്ന് ഫീസ് മാത്രം അങ്ങോട്ട് അയച്ചു കൊടുക്കുക, ബാക്കി ജീവിത ചെലവുകളെങ്കിലും അവരവിടെ നിന്ന് പാർട്ട് ടൈം ജോലിയിലൂടെ കണ്ടുപിടിച്ചോളും. ചിലരുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുറമെ
ഇങ്ങ് നാട്ടിലേക്കും പൈസ അയച്ചു തരും, ഇങ്ങനെയൊക്കെ പറയുന്ന ചിന്തകളുണ്ട്. അത്തരം ചിന്തകളൊന്നും കൊണ്ട് ഈ രാജ്യത്തിലേക്ക് നിങ്ങൾ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അത്രയ്ക്കൊന്നും നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഈ രാജ്യത്ത് തന്നെ തൊഴിൽ ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോഴത്തേനും ശമ്പളം കുറവായതുകൊണ്ട് ആരെങ്കിലും അവിടെ തന്നെ പിടിച്ചു നിൽക്കുക, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് പോയിട്ട് പിന്നീട് ഒരു കൺട്രിയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അല്ലാതെ അവിടെ തന്നെ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ലോക്കൽ ലാംഗ്വേജ്, അവിടുത്തെ ഭാഷയുടെ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന നമ്മൾ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. ഇതാണ് ലിത്വാനിയ. പിടികിട്ടിയോ? പക്ഷേ ലോ കോസ്റ്റിൽ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷനുകളിൽ ഒന്ന്, ബട്ട് ഡിസഡ്വാൻറ്റേജസും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി ലിത്വാനിയ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കാംബ്രിയ അഡ്മിഷൻസിനെ വിളിച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത രാജ്യം നോക്കാം. അടുത്ത രാജ്യവും ഒരു ബാൾട്ടിക് കൺട്രി തന്നെയാണ്, ലാറ്റ്വിയ. ലാറ്റ്വിയ, ഞാൻ നേരത്തെ ലിത്വാനിയയ്ക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നും കൂടി ഇതേ കാര്യത്തിനകത്ത് ലാറ്റ്വിയക്കകത്തേക്ക് കൊണ്ടുവരിക. മറന്നുപോയെങ്കിൽ പുറകെ പോയിട്ട് ഒന്നുകൂടെ കണ്ടുള്ളൂ. പക്ഷേ എക്സെപ്ഷൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ലിത്വാനിയ പോലെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് അവിടെ ഒരു സ്പൗസ് ഫ്രണ്ട്ലി കൺട്രി ആണെന്ന് ഞാൻ പറയും. ഇത് സ്പൗസ് ഫ്രണ്ട്ലി അല്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 15 വർഷമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇയർ പ്രീ മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും മാസ്റ്റേഴ്സിലേക്ക് പോകാൻ. ഇവിടെ 3 ഇയർ ബാച്ചിലേഴ്സ് ഓക്കെയാണ്. അതായത് 3 ഇയർ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് 15 വർഷം നമ്മൾ ടോട്ടലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് മാസ്റ്റേഴ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ കൺട്രിയിൽ നമ്മൾ ഏകദേശം 500 യൂറോ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പോസിറ്റായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആയിട്ടുള്ള ഡിപ്പോസിറ്റാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അത് ഇവിടത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ആലോചിക്കുക. ഇനി മൂന്നാമതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കൺട്രി, അത് ബാൾട്ടിക് കൺട്രി അല്ല, പക്ഷേ പൊതുവിൽ കുറച്ച് ചെലവ് കുറവിൽ നമുക്ക് പോകാൻ പറ്റുന്ന രാജ്യം തന്നെയാണിതും. ഇത് പോളണ്ടാണ്. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. പണ്ട് സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞെടുത്തതാണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ജനറേഷൻ ആദ്യമായിട്ട് പോളണ്ടിനെ കുറിച്ച് കേട്ടത്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ വിദേശ രാജ്യത്തേക്ക് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പറയുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് പോളണ്ട്. ആദ്യത്തെ ലിത്വാനിയയ്ക്ക് വിശദമായി പറഞ്ഞതുപോലെ തന്നെ പോളണ്ടിലും ആ ഫീസ് സ്ട്രക്ചറൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൂഫ് ഓഫ് ഫണ്ട് നമ്മൾ കാണിക്കേണ്ടത് ഒരു ക്രെഡിറ്റ് കാർഡിൽ ഏകദേശം ഒരു 7 lakh ലിമിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ടി വരിക. അതാണ് പോളണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ബാധകം. നാലാമത്തെ രാജ്യം മാൾട്ട. ഈ മാൾട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും ബാധകം, പ്ലസ് മാൾട്ടയ്ക്ക് ഷോർട്ട് ടേം കോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇനി പോളണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പോളണ്ടിൽ ഈ ഇടയ്ക്കായിട്ട് വിസ റിജക്ഷൻസ് ഭയങ്കര കൂടുതലാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേനും ഒത്തിരി പേർക്ക് റിജക്ഷൻ വരുന്നുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി മാൾട്ട ഞാൻ പറഞ്ഞു ഷോർട്ട് ടേം കോഴ്സസ് ഒത്തിരി ഉണ്ട്. പിന്നെ 1 ഇയറിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാൾട്ട നൽകുന്നുണ്ട്. പിന്നെ മാൾട്ടയ്ക്ക് ഡിപ്ലോമോ കോഴ്സസും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് മാൾട്ടയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ലോ കോസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നത് ലിത്വാനിയ, ലാറ്റ്വിയ, അതുപോലെ പോളണ്ട്, മാൾട്ട, ഈ എല്ലാ രാജ്യങ്ങൾക്കും ഡിസഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ലൈഫൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിലൊന്നും ലഭിക്കാൻ പോകുന്നത്. കാരണം ഇതെല്ലാം ഗ്രാമങ്ങളാണ്. അപ്പോൾ ആ ഒരു എന്താ പറയില്ലേ, ഗ്രാമീണ ഭംഗിയിലൊക്കെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രാമപ്രദേശം നമുക്ക് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഗ്രാമപ്രദേശങ്ങളാകുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലിക്കുള്ള സാധ്യത അത് കണ്ട് കുറയും എന്നുള്ളതും ഓർമ്മിക്കണം. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഒരുപാട് സാലറി ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ കാര്യവും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തണുപ്പ് പറ്റാത്ത ആൾക്കാർ ഈ സ്ഥലങ്ങൾ നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി വിദേശത്തേക്ക് പോയേ പറ്റുള്ളൂ, പക്ഷേ ബഡ്ജറ്റ് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വലിയ ബഡ്ജറ്റ് ഒട്ടില്ലേന്ന് താനും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻസിലേക്ക് വരിക, കൺസിഡറിങ് ദ ഡിസഡ്വാൻറ്റേജസ് ടു. പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അറ്റ് എനി ടൈം ക്യാൻ കോൺടാക്ട് കാംബ്രിയ അഡ്മിഷൻസ്. ഇനി നിങ്ങൾക്ക് പുറത്തോട്ടൊന്നും പോണ്ട, നമ്മുടെ രാജ്യത്ത് തന്നെ പഠിച്ചാൽ മതി. ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിവിധതരം യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സുകളെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണം, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ട് എങ്കിലും എനി ടൈം യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് കാംബ്രിയ അഡ്മിഷൻസ്. കീപ് ഗോയിങ്. Happy learning!